നമസ്കാരം. നമ്മുടെ മുതുമുത്തശ്ശന്മാർ നിരവധി സാഹിത്യ ശാഖകൾ നമുക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിൽ ഏറെ മൂല്യമുള്ള, ഏത് കാലത്തും മനുഷ്യജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന, ഏത് കാലഘട്ടത്തിലും കാലികമായി നിലകൊള്ളുന്ന ഒരു സാഹിത്യ സൃഷ്ടികളാണ് പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലുകളും കടങ്കഥകളും കാലികമായി ഏത് ജനറേഷനെയും ബന്ധപ്പെടുത്തുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പദങ്ങൾ കൊണ്ട് ഒരു മനുഷ്യജീവിതത്തിൻ്റെ നാഴികക്കല്ലുകളെ അടയാളപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അമ്മയൊക്കെ നിരവധി തവണ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട് എന്നൊന്ന് ഞാൻ നിരീക്ഷിച്ചു നോക്കിയതാണ്. കഷണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല. ഞാൻ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നാണ് അമ്മയൊക്കെ പറയാറുള്ളത്. പക്ഷേ കഷണ്ടിക്ക് ഈ ആധുനിക ലോകത്ത് നിരവധി മരുന്നുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബദൽ മാർഗങ്ങളും കണ്ടുപിടിച്ചു. എന്നാൽ ഇന്നും മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയ മാരകരോഗമായ അസൂയയെ മാറ്റാൻ യാതൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത് മനുഷ്യ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു മാരകരോഗമാണ്. പഴയകാല ചരിത്ര ഗ്രന്ഥങ്ങൾ, നമ്മുടെ ഇതിഹാസങ്ങളായാലും പുരാണങ്ങളായാലും എല്ലാം തന്നെ അതിലെ പ്രധാന വില്ലനായി നിന്നത്, ആ കഥകളിലൊക്കെ സമൂഹത്തെ കാർന്നു നിന്ന വില്ലനായി നിന്നത് ഇതുപോലെയുള്ള ചില വ്യക്തികളിലുണ്ടായ അസൂയ, ആ വിദ്വേഷങ്ങളുമാണ്. മഹാഭാരതത്തിലാട്ടെ രാമായണത്തിലാട്ടെ യേശുവിനെ കുരിശിലേക്ക് നയിച്ചതാകട്ടെ, ഇതെല്ലാം തന്നെ അസൂയ എന്ന ഒരു വില്ലൻ നല്ല ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യ മനസ്സിലുണ്ടാകുന്ന, അല്ലെ, മറ്റൊരാൾക്ക് നേരെ നമുക്കുണ്ടാകുന്ന ഒരു വിദ്വേഷം, അത് അവരുടെ ജീവിതത്തെ, അവരുടെ അഭിമാനത്തെ, അവരുടെ ആയുസ്സിനെ, ജീവനെ, സമ്പത്തിനെ ഒക്കെ ഇല്ലാതാക്കിയേക്കാം. എന്നാൽ അതിലേറെ അത് ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമുക്ക് ആരോടാണോ ദേഷ്യം തോന്നുന്നത് അവരിലേക്ക് തിരികെയും നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ പരിഗണിക്കാനോ നമ്മളെ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കാതെ വരുന്നു. അവനവനിൽ ആത്മവിശ്വാസമുള്ള ഒരാൾക്കും മറ്റൊരാളോട് അസൂയ തോന്നേണ്ട യാതൊരു കാരണവുമില്ല. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ കഥയ്ക്ക് പിന്നിലും ഏതെങ്കിലുമൊക്കെ ചില വ്യക്തികളുടെ ദേഷ്യവും അസൂയയും പകയും ഒക്കെ തന്നെ കാരണമായേക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിലാകട്ടെ മഹാഭാരതത്തിലാവട്ടെ, ഇതെല്ലാം പല തരത്തിലുള്ള അസൂയകളുടെയും വിദ്വേഷങ്ങളുടെ ഒക്കെ ഭാഗമായിരുന്നു. നമ്മുടെ അലക്സാണ്ടർ ഡ്യൂമസിൻ്റെ ഒരു മഹത്തായ അഡ്വഞ്ചർ നോവലുണ്ട്, ദി കൗണ്ട് ഓഫ് മോണ്ടെ ക്രിസ്റ്റോ. എഡ്മണ്ട് ഡാൻ്റെ എന്ന ഒരു സൽസ്വഭാവിയായ യുവാവിനോട് ചില ആളുകൾക്ക് തോന്നുന്ന വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയും ഫലമായി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇല്ലാതായി പോവുകയാണ്. ഇതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞ് അസൂയകൾ ഒരുപാട് ജീവിതങ്ങളെയും ഒരു സമൂഹത്തെയും ഇല്ലാതാക്കാൻ കാരണമാവും. അതുകൊണ്ട് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പകുത്തു കൊടുക്കലിൻ്റെയും നല്ല നാളുകൾക്കായി അസൂയ എന്ന വികാരവും മനുഷ്യ മനസ്സിൽ നിന്ന്